നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രായം കൂടും തോറും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഒരു അപൂർവതരം ജന്മത്തിനുടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാലെ. കാരണം 75-ാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പോലും ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രായം ഇങ്ങനെ കുറഞ്ഞു വരിക. ഇദ്ദേഹത്തിൻ്റെ ഓരോ ലുക്കും ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ നമ്മളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഇരുന്ന് പോവുക. കാരണം നമ്മുടെ മലയാളികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് മമ്മൂക്ക എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അതാണ് ആ മനുഷ്യൻ. അത് അഭിനയത്തിലായാലും കൊള്ളാം, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലായാലും കൊള്ളാം, അദ്ദേഹം ഈ സമൂഹത്തിൽ സഹജീവികളോട് പെരുമാറുന്ന രീതി, അദ്ദേഹം ചെയ്യുന്ന നന്മകൾ, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ സൂര്യ തേജസ് പോലെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നത് അല്ലേ. കാരണം അത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഞാനൊരു മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നതിൽ ഉപരി എനിക്ക് അദ്ദേഹത്തിൻ്റെ നന്മകൾ, അതിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, മമ്മൂക്കയെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു പ്രചോദനം എനിക്ക് തരുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പൊതുപരിപാടിയിൽ വരുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, സത്യത്തിൽ അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഞെട്ടിപ്പോയി എന്നുള്ള. ഇനിയിപ്പോൾ 22-ാം തീയതി ചത്തപ്പച്ച എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഒരു സിനിമ 2026 മമ്മൂക്കയുടേതായിട്ട് ആദ്യം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന, ക്യാമിയോ റോളിൽ എത്താൻ പോകുന്ന ഒരു സിനിമയാണ് ചത്തപ്പച്ച. ആ ഒരു സിനിമയിൽ അവസാനത്തെ ഒരു 2 സെക്കൻഡിൽ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്ന ഒരു വേഷമാണ്. മമ്മൂക്കയുടെ ഫേസ് കാണിക്കാതെ തിരിഞ്ഞു നിന്നിട്ട് മുടി ഇങ്ങനെ കെട്ടുന്ന ആ ഒരു സാധനം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്ററും ഇതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മമ്മൂക്ക ആ ഒരു പൊതുപരിപാടിയിൽ വരുന്ന ആ ഒരു വീഡിയോയും മമ്മൂക്കയുടെ ഒരു സ്പീച്ചൊക്കെ ഉണ്ടല്ലോ, ഓഫ്, അത് കേട്ടപ്പോഴത്തേക്കും വേറെ ലെവൽ കേട്ടാ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം. Man, actually, they discovered new things. Finally, they ended up in fragrance. But smell is different from fragrance. Smell can be good and bad, but fragrance is always good only. Good. When he was telling me his real story, I actually wanted to make that into a film. But unfortunately myself, he has made that film and he acted himself. So my chance is gone. And of your fans out here, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് ഒരു ചോദ്യം. വോൾട്ടറിന്റെ കുറച്ച് പിള്ളേർ അവിടെ കൊച്ചിയിൽ ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടു. വോൾട്ടറിന്റെ അത് കേട്ടില്ല. മട്ടാഞ്ചേരിയിലെ പിള്ളേരാണ്. 22-ാം തീയതി. അതെ, ചത്താപ്പച്ച. എന്താ അല്ലേ ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, സത്യത്തിൽ പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്നുള്ള. കാരണം ഇത് പലരെയും അസൂയപ്പെടുത്തുന്നുണ്ട്. പലരെയും മമ്മൂക്കയുടെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ ഇനി മലയാള സിനിമയിലേക്ക് ഇല്ല അല്ലെങ്കിൽ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില നാറികളുണ്ടല്ലോ, ചില പുഴുത്ത മനസ്സിനുടമയായിട്ടുള്ള ജന്മങ്ങൾ, ഇവന്മാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലുള്ള ഊത്തലുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു നടൻ്റെ പോസ്റ്റർ വെച്ചുകൊണ്ട് വളരെ വികൃതമായ രീതിയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ ചിത്രീകരിക്കുമ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു പോകും, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കുക, മറ്റേതെങ്കിലും ഒരു നടന്മാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തന്നെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ, മമ്മൂക്കായ ലാലേട്ടനും ഇവരുടെ അഭിനയത്തെ കുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്, വ്യക്തി ജീവിതത്തിൽ അവർ കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നടനെ അന്ധമായി വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമോ? ഇങ്ങനെ വികൃതമായിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് ആ ഒരു നടൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ആ ഒരു പേജിലൂടെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതാർക്കാണ് അതിൻ്റെ കുറച്ചിൽ? ആ നടനല്ലേ അതിൻ്റെ കുറച്ചിൽ? അതും പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ചില മരവാണങ്ങൾ, ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില വേട്ടാവളിയന്മാരാണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശാപം. എന്തായാലും ഞാനിനി ഇതിനെക്കുറിച്ചൊരു കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക, നിങ്ങൾ ഇവിടുത്തെ ഉള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയും ഞെട്ടിക്കാനായിട്ട് പുള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന പുതിയ സിനിമകൾ 2026 ഇനി മമ്മൂക്കയുടേതായിട്ട് ഇനി പിറക്കാൻ പോകുന്ന വമ്പൻ പ്രൊജക്റ്റുകൾ, വമ്പൻ സിനിമകൾ, അതാണ് ഇനിയിപ്പം നമ്മൾ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയോടെ കണ്ടായിരുന്നു, അമൽ നീരദിൻ്റെ പുതിയ സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആരാധകർ അമൽ നീരദിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറയുന്നു, നിങ്ങൾ ഇനിയെങ്കിലും സത്യം തുറന്ന് പറ, ബിലാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയെങ്കിൽ അങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. എന്നാൽ ബിലാൽ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് ഒരു 4-5 രാജ്യങ്ങളിലായിട്ട് ഈ സിനിമയുടെ ചിത്രീകരണം ചെയ്യേണ്ടതുകൊണ്ട് അതിപ്പോൾ മമ്മൂക്ക ഇപ്പം ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയും ഡിലേ ആകാനായിട്ടുള്ള താമസമുണ്ട്. അതായത് സിനിമ ബ്രേക്കപ്പ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് സിനിമാ മേഖലയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു വിവരം.
അങ്ങനെ ബ്രേക്കപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അമൽ നീരദ് തന്നെ വന്ന് അത് പറയും. കാരണം മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ബിലാൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു കഥാപാത്രം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്ക്രീനിൽ കാണുക എന്നുള്ളത് അതെല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും അത് നടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ 2026 ഒരു വമ്പർ ഹിറ്റാകാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ക്യൂബ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ മുഹമ്മദ് ഷെരീഫ് എടുക്കാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. അതിനകത്ത് നമുക്ക് ഗ്യാങ്സ്റ്ററിൻ്റെ റോളിലാണ് എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പുതിയ അപ്ഡേഷനുകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.